അമ്മ ഒരു 50 ഉറുപ്പ്യ അമ്മ പ്ലീസ് അടങ്ങി നിൽക്കിന്റെ മോളെ. എടാ റേഷൻ കട പോയി അരി മേടിച്ചിട്ട് വാ. ഇന്ന് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അറിയുന്നതല്ലേ. ആ വാങ്ങിത്തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. രാവിലെ തന്നെ പന്ത് കളി പറഞ്ഞ് നടന്നു വിളിച്ചൊക്കെ. ഇന്ന് വൈകുന്നേരം ഞാൻ എന്തായാലും പൈസ തരാം. ഇപ്പൊ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ടാണ്. വീട്ടിക്ക് വരലടാ. അമ്മ ഒരു 50 ഉറുപ്പ്യ അമ്മ പ്ലീസ് അമ്മ കിൻഡർ ജോയ് മേടിക്കാനാണ് അമ്മ ഒരു 50 ഉറുപ്പ്യ. ഒന്ന് മിണ്ടാതിരുന്ന. അതെ എനിക്കൊരു കാര്യം പറയാണ്ട്. അതെ എന്റെ മോൾ അവിടെ വന്നിട്ട് എന്റെ മോളെ സൈക്കിൾ എടുത്തിട്ട് എന്നും ഓടിക്കൽ അവൾക്ക് വരും. അപ്പൊ അത് കേട് നിൽക്കണ്. ഇനി അവളോട് മേലാൽ ആ ഭാഗത്തേക്ക് വരണ്ടെന്ന് പറയണം. കുട്ടി എത്ര കാലാണ് ഒരു സൈക്കിൾ വണ്ടി ഒരു സൈക്കിൾ. ഞാൻ നോക്കട്ടെ എവിടെ പൈസ കിട്ടും. കിട്ടിയാ വാങ്ങി കൊടുക്കാം. അവർക്ക് എന്തായാലും ആ സൈക്കിൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ ടൈറ്റ് ആയിട്ട് ചേട്ടന്റെ കാലിന്റെ നഖം പൊട്ടിപ്പോയി. സൈക്കിൾ വാങ്ങിട്ടിരുന്നു. ആ വാങ്ങിത്തരാ. വൈകുന്നേരം ആവട്ടെ. എടാ ഈ പറഞ്ഞ പൈസ മൊത്തം കിട്ടിയിട്ടില്ലട്ടാ. 2000 ഉറുപ്പിന്റെ കുറവ്. എടാ ഈ എന്ത് കളി കളിക്കണം ഞാൻ. അപ്പൊ സൈക്കിൾ വാങ്ങി തരൂലേ? വാങ്ങിത്തരാം. മോളൊന്നും മിണ്ടായിരിക്കും. എത്ര നാളായാലും പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞാ പോരെ. ആ പറ്റൂല. എന്റെ വീട്ടിൽ പോ. മാഞ്ഞാളത്തിന് നിന്നിട്ടാ. എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ അച്ഛൻ മേടിച്ചിരുന്നു സൈക്കിൾ. ചേട്ടനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എടാ ഉഷാറ, അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. എനിക്ക് കണ്ടായിരുന്നു. എന്നെ കൂടെ പറ്റുമെങ്കിൽ എന്റെ ബുദ്ധിമുട്ടൊന്നും നോക്കണ്ട. ഒരു സൈക്കിൾ എങ്ങനെയും വാങ്ങിച്ചു. ഏതൊരു മിഡിൽ ക്ലാസ് പയ്യന്റെ അവസ്ഥ തന്നെ ആയിരിക്കും. പിള്ളേര് പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ ബുദ്ധിമുട്ട്, അവന്റെ സാഹചര്യം അതിന് സമ്മതിക്കൂല എന്നുള്ളതാണ് സത്യം.